ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ എൻ സഹായം. വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാമത് വചനം. അവനെ വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്ക് തള്ളിക്കളയും, ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും എന്ന പദമാണ്. ജീവിതത്തിൽ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയാതെ ദേശം വിട്ട് രാജ്യം വിട്ട് ഓടിക്കളയേണ്ടതായൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരമോ ദൈവത്തിൻ്റെ പദ്ധതികളോ തിന്മ പ്രവൃത്തികളോ ആകാമെന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. മോശ മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടി വന്നതിൻ്റെ പിന്നിൽ മോശയുടെ പ്രവൃത്തി ദോഷമായിരുന്നില്ല, തൻ്റെ തിന്മ പ്രവൃത്തികളും ആയിരുന്നില്ല. മോശയെ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് മിസ്രൈമിലേക്ക് തന്നെ ദൈവത്തിന് മടക്കി വരുത്തേണ്ടതിന് തൻ്റെ ജീവിതത്തിനകത്ത് നാട് വിട്ട് ഓടിപ്പോകേണ്ടതായ പശ്ചാത്തലം വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കായീൻ നാട് വിട്ട് ഓടേണ്ടതായൊരു സാഹചര്യമുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താൻ ചെയ്തതായ പ്രവൃത്തി നിമിത്തം കുടുംബത്തിലോ സമൂഹത്തിലോ തനിക്ക് നിൽക്കുവാൻ കഴിയാതെ വന്നിട്ട് താൻ ദേശം വിട്ട് ഭൂതലത്തിൽ നിന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുന്നതായ കാര്യങ്ങളാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന ചരിത്രവുമുണ്ട്. തിന്മ പ്രവർത്തികൾ നിമിത്തം സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയാതെ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വരുന്ന പശ്ചാത്തലങ്ങളും തിരുവചനത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇയ്യോബിനോട് പറയുന്നത്, നീ കായീനെ പോലെ തിന്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിനക്ക് നിലനിൽക്കുവാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ, അത്യുന്നതനായ ദൈവം ഭക്തനായ ഇയ്യോബിനോട് പറയുന്നത് അങ്ങനെയല്ല. മോശയെപ്പോലെ ഒരു താൽക്കാലിക കാലഘട്ടത്തിലേക്ക് നീ ഒരു പ്രയാസവും പ്രതിസന്ധിയും കഷ്ടവും അനുഭവിക്കുകയാണ്. ഈ പ്രതികൂലം മാറിയിട്ട് മോശയെപ്പോലെ തന്നെ നീ നിന്റെ സമൂഹത്തിൻ്റെ മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം നിന്റെ മുൻപിൽ ശേഷിക്കുന്നുണ്ട് എന്നുകൂടി ഓർപ്പിക്കുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പാപം ചെയ്ത് കായീനെ പോലെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവരായിട്ടല്ല. നാം മോശയെപ്പോലെ
ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഓരോ ദിവസങ്ങളും നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടോടുകയല്ല, ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നിലനിൽക്കുന്നവനും ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ പിന്നത്തേതിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുകയും ചെയ്യേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിനായി വെയിറ്റ് ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ ചെയ്തോടി ഒളിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ നന്മ ചെയ്ത് നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.